ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം ഒന്നുമില്ല. ഇന്ന് കറുത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. അവർക്ക് ഭയങ്കര വിഷമം. ഞാനും കുറേ നാൾ മുമ്പ് വിഷമിച്ചിട്ടുള്ള സമയമുണ്ട്. കറുപ്പിനകത്തൊരു കാര്യമില്ലെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പക്ഷെ ഇപ്പൊ അന്ന് ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ ഞങ്ങൾക്ക് ഒരു ടിപ്സ് ഒന്നും അറിയില്ലായിരുന്നു. ടിപ്സിന്റെ കാര്യം കാണും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ച് നോക്കുമായിരിക്കും. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടം ഒരുങ്ങിയൊക്കെ നടക്കുന്നത്. ഒരുക്കം കൂടിപ്പോയാലത്തെ അവസ്ഥ അറിയാലോ. അങ്ങനൊന്നും ആരും നടക്കത്തില്ലല്ലോ. അന്നൊന്നും ഒരുങ്ങണമെന്നോ പിടിക്കണമെന്നോ ഒന്നും ഇല്ലല്ലോ. ഇന്നിപ്പം ടിപ്സ് കറുത്തവർക്കൊക്കെ എന്താ വിഷമം വരേണ്ട കാര്യം. എല്ലാവർക്കും ഇഷ്ടമായി അമ്മമാര് തന്നെ മക്കൾക്ക് ടിപ്സ് ഉണ്ടാക്കി കൊടുക്കണം. ഇത് എന്റെ വ്ലോഗ് എടുത്ത് നോക്ക്, എത്ര ടിപ്സാ. എന്നത്തെ ബ്ലോഗിലെ ടിപ്സ് പോലല്ല. ഇന്നത്തെ ബ്ലോഗിലെ ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കുക. 2 ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പിന്നെ 2 ആഴ്ച കഴിയുമ്പോഴത്തെ അവസ്ഥ എന്നാന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ഡെയിലി തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കറപ്പൊക്കെ മാറി വെളുപ്പിലോട്ട് പോകും. അല്ലേ അമ്മേ? അമ്മയ്ക്കറിയാം ഞാൻ എങ്ങനെ ഇരുന്നേന്നു. എന്നെ പണ്ടുള്ളൊരു കറമ്പി എന്നല്ലായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അതേ അമ്മ ഇവിടെ കിടന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്നെ കറമ്പി എന്നൊന്നും ആർക്കും വിളിക്കാൻ കിട്ടുന്നില്ല. അതാണ് എല്ലാവരുടെയും കുഴപ്പം. എല്ലാവരുടെയും ഒരു എന്താ അതിന് പറയേണ്ടത്, ഒന്നും പറയണ്ട. അപ്പം കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്നതായിരിക്കും. ടിപ്സിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ അതെല്ലാം ചെയ്തിട്ടാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായില്ല. ഇന്നൊരു ബ്യൂട്ടി ടിപ്സാ കേട്ടോ. അന്നേരം ഈ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖം കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഒത്തിരി ആൾക്കാർ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ ഒത്തിരി കറുത്തതാണ്, അപ്പോൾ പെട്ടെന്ന് വെളുക്കാനുള്ള ഒരു ടിപ്സൊക്കെ പറഞ്ഞു തരാമോ? കാരണം ഭയങ്കര വിഷമാണ്. ഞാനും അതുപോലെ അനുഭവിച്ചതാണ് കൊച്ചുനാളിൽ, എൻ്റെ കൊച്ചുനാളിൽ. പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഇതൊക്കെ നമുക്കൊരു മാറ്റങ്ങൾ തന്നെ വരും. കാരണം ആരെന്നാ പറഞ്ഞാലും നോ പ്രോബ്ലം അല്ലേ. നല്ലൊരു സുമുഖനായ ഭർത്താവിനെ എല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇത്ര ദിനായിരുന്നോ കിടന്നത് ഭയങ്കര ഇതായത്. പക്ഷെ അത് മച്ചുറായി ഇത്രയും പ്രായമായി കഴിയുമ്പോഴാണ് തോന്നുന്നത്. അതിന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എൻ്റെ കൊച്ചുനാളിൽ ഞാനും എന്നെ പലരും സത്യം പറയാണ്. എൻ്റെ 2 ചേച്ചിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല കളറുള്ള, അവർക്ക് മൂത്ത ചേച്ചിക്ക് നല്ല കളറുണ്ട്, രണ്ടാമത്തെ ചേച്ചിക്കും ഒത്തിരി കളറുണ്ട്. എനിക്ക് കിട്ടിയ കളറ് എൻ്റെ അച്ഛൻ്റെ കളർ. അച്ഛൻ ഭയങ്കര വെളുപ്പൊന്നും അല്ലായിരുന്നു. പിന്നെ അമ്മയുടെ അനിയത്തി നല്ല കറുപ്പായിരുന്നേ. അമ്മയുടെ അനിയത്തിയുടെ ഒരു മോള് ദുബായിലാണ്. പുള്ളിക്കാരി ഭയങ്കര കറുപ്പ്, എന്നിൽ നിന്നും കറുപ്പായിരുന്നു. അവരുമൊക്കെ ഓരോ ടിപ്സൊക്കെ യൂസ് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ നല്ല കളർ വെച്ചത്. എന്നെ പണ്ട് ആൾക്കാരെ വിളിക്കുന്ന നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കറമ്പി ഇങ്ങനെ നമ്മുടെ വായിൽ നിന്ന് വല്ലതും കിട്ടാനാണ് കൂടുതലും. വഴക്കിടാൻ വേണ്ടിയിട്ട് വഴക്കിടുന്ന പ്രവണതയാണ്. ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര നാക്കായിരുന്നേ. ഞാൻ അന്നേരം നല്ലത് പറയും. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആര് നിന്നെ വിളിച്ചാലും നീ പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്, പ്രായം നോക്കി. അപ്പം ഞാൻ നല്ലത് പറയായിരുന്നു. കാരണം അച്ഛനും ഒക്കെ വിഷമായിരുന്നു അങ്ങനെ പറയുമ്പോഴത്തേക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു നാളില് നമ്മുടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ അച്ഛൻ്റെ വീട്ടുകാർ, അതായത് മോഹനൻ ചേട്ടൻ എന്ന് പറയത്തില്ല, മോഹനൻ ചേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യ ശ്യാമള ചേച്ചി, പുള്ളിക്കാരിയായിരുന്നു എപ്പോഴും എന്നെ. പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ ഭർത്താവ് സ്നേഹം കൊണ്ടാട്ടോ എടി കറമ്പിയേ എന്നായിരുന്നു വിളിക്കുന്നത്. അപ്പം എനിക്ക് കലിപ്പ് ആ പ്രായത്തിൽ. പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനൊന്നും തോന്നത്തില്ലായിരുന്നു. മനെ അവിടെ ഇങ്ങോട്ടൊന്ന് കുറ്റിയിട്ടാരടാ, മനെ കുറ്റിയിട. അവനവിടെ നിന്ന് പഠിക്കും. അപ്പം ഞാൻ ഈ അടുക്കളയിരുന്ന് തന്നെയാണ് വീഡിയോ അങ്ങെടുത്തത്. അപ്പോൾ അവരാണെങ്കിലുണ്ടല്ലോ എപ്പോഴും കറമ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കറമ്പി ഇങ്ങനെ വിളിക്കാൻ വന്നപ്പോൾ എൻ്റെ മുഖത്തോട്, എടി നിന്നെ ഇനി ഞാൻ എങ്ങനെയാണ് കറമ്പി എന്ന് വിളിക്കുന്നത്? നീ ആ കറുപ്പിൽ നിന്നൊക്കെ നിനക്ക് കളർ വെച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു? അപ്പം ഞാൻ പറഞ്ഞു അത് അങ്ങനെ തന്നെ, ഞാൻ വെളുത്ത് വന്നതാണെന്ന് പറഞ്ഞു. ടിപ്സ് ഒന്നും ഞാൻ പറയാം, അവർ പ്രായമുള്ള ചേച്ചിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളൊക്കെ അവരൊക്കെ ചെയ്യുന്ന ടിപ്സായത് കേട്ടോ. ഇത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് തന്നെയൊക്കെ യൂട്യൂബിലും ഒക്കെ കുറെ കിടപ്പുണ്ട്. പക്ഷെ ഇതെനിക്ക് ബിന്ദു അവൾ പറഞ്ഞതെന്നാണ്. കുറെ നാളായി കേട്ടോ. ഞാനെല്ലാം മാറി ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷെ എല്ലാം ഒന്നും
നമുക്കെല്ലാം എപ്പോഴും ഒന്നും കാണിക്കാൻ പറ്റില്ല. മെയിൻ എനിക്ക് ഗുണം കിട്ടുന്ന മാത്രം നിങ്ങളെ മുമ്പിൽ കാണിക്കത്തുള്ളൂ. അപ്പൊ ഈ കറുത്ത എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ എനിക്ക് ഭയങ്കര വിഷമത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മോളെ, കറുപ്പിനകത്തൊന്നും ഒരു കാര്യമില്ല. ഞാൻ വളർന്നു വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായത്. പക്ഷെ കൊച്ചുനാളിൽ നമുക്ക് നല്ല വിഷമം തന്നെ ആയിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയുവാണ്, വിഷമം തന്നെ. പക്ഷെ അന്നൊന്നും നമുക്ക് ഈ ടിപ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അച്ഛനൊക്കെ നമ്മളെ കണ്ണും വെച്ചിങ്ങനെ നോക്കും. അന്നൊന്നും ടിപ്സ് ഒന്നും അറിയത്തില്ലല്ലോ, ഒന്നും അറിയത്തില്ല, മൊബൈൽ പോലും ഇല്ലായിരുന്നു. പിന്നെയാണോ അക്കാലത്തില് ടിപ്സ് ഒക്കെ ചെയ്യുന്നത്? ടിപ്സ് ഒന്നും അറിയത്തില്ല, അറിയാവുന്നവരൊട്ടും ഒന്നും പറയത്തുമില്ല. നമുക്ക് ആ കളിപ്രായത്തിൽ നമ്മൾ ഓടിച്ചാടി നടക്കുക. പിന്നെ നമ്മുടെ അച്ഛന്മാർക്കൊന്നും അങ്ങനെയുള്ള ഇതൊന്നും താല്പര്യമില്ല, ഇഷ്ടപ്പെടത്തില്ല. അന്ന് അറിയത്തില്ല. അച്ഛൻ ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ സമയം ഒന്നും അറിയത്തില്ല. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആരും പറഞ്ഞു തരാനുമില്ല അല്ലേ. അപ്പം നമ്മളിനി കൂടുതൽ ഒത്തിരി അങ്ങ് പോകുന്നില്ല. അപ്പം കറുത്തതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് പിന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഈ കൊച്ചു പിള്ളേർ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉടനടി റിസൾട്ട് കിട്ടുന്ന ടിപ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലെൻസിങ്ങിന് കുറച്ച് പാലെടുത്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ. പാല് നല്ലതായിട്ട് മുഖത്ത് എന്ത് കോട്ടനായാലോ എന്ത് വെച്ചാണെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പാല് ക്ലെൻസിങ്ങിന് ഏറ്റവും ബെസ്റ്റ് തന്നെ പാലാണ്. അപ്പം നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കുളിക്കാതിരുന്നത് അതുകൊണ്ടാണ്, എനിക്ക് നന്നായിട്ടൊന്ന് ചെയ്യണം. 2-3 ദിവസമായില്ലേ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇട്ടിട്ടോ. ശരിക്കും എനിക്ക് നല്ല ഗുണം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പറഞ്ഞില്ലേ ചേച്ചി നല്ല വ്യത്യാസമുണ്ട് ചേച്ചി, ഇപ്പം കളറൊക്കെ വെച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ള പ്രവണതയുണ്ട്. ശരിയല്ലേ? ഇന്നിപ്പോൾ കഴുത്തിലൊക്കെ ചെയ്യാം, കുളിച്ചില്ലല്ലോ. അടുക്കളയിലെ പണി തീരാതെ നമുക്ക് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ബ്യൂട്ടി ടിപ്സും ഒക്കെ ഇങ്ങനെ ചെയ്തിരിക്കുമ്പോൾ അടുക്കള ഉച്ചയാകുമ്പോൾ 1 മണിയാകുമ്പോൾ ചോറായില്ലെങ്കിൽ ചിലപ്പം എത്ര നല്ല ഭർത്താക്കന്മാരാന്ന് പറഞ്ഞാലും അവർക്കും ദേഷ്യം വരാൻ തുടങ്ങും. അവിടെ ഒരു യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ദേഷ്യപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ അതിനുള്ള സാഹചര്യമേ ഒരുക്കത്തില്ല. ഞാൻ ശരിക്കും അതിനനുസരിച്ച് തരണം ചെയ്ത് നിന്നങ്ങ് പോകും. ഇപ്പം തന്നെ മത്തി വെട്ടി നമ്മുടെ നല്ലതായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ തേച്ചിട്ടു മത്തിയൊക്കെ വെട്ടി നല്ല നിറച്ച് പരിഞ്ഞിലുണ്ടാവുന്നേ. മസാലയൊക്കെ ചെയ്യുന്ന അറിയാമല്ലോ. ഇങ്ങനെ എനിക്ക് വലിയതായിട്ട് മസാജ്, ഞാൻ ബ്യൂട്ടി പാർലറൊന്നും പോകുന്നില്ല, ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് മസാജിനകത്തൊന്നും എനിക്ക് വലിയ അറിയത്തില്ല. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മുടെ മുഖത്തൊക്കെ നല്ല മൊത്തമായിട്ടൊന്ന് പിടിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ മുകളിലോട്ടും. അപ്പം മത്തി വെട്ടിയപ്പം നിറച്ച് പരിഞ്ഞില്ല, അതും എടുത്ത് വറുത്തു. മത്തിയും കുറച്ച് വറുത്തു. പിന്നെ നമ്മുടെ കൊഴുവ നല്ല വെള്ള കൊഴുവ, അതും കിട്ടി. അതിനെയും വെട്ടി പീരയാക്കി. പുളിശ്ശേരി ഇരിപ്പുണ്ട്. പിന്നെ ചേന മെഴുക്കുവരട്ടിയും വെച്ചു. അത്രയും വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പണിക്ക് പോകുന്നത്. അപ്പം മീനും ഏതായാലും വെട്ടാതെ കുളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി, നമുക്ക് ഈ ടിപ്സും കൂടെ ഒക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് കുളിക്കാം. ഏതായാലും കുളിക്കാൻ താമസിച്ചു മീനുള്ളതുകൊണ്ട്. എന്നാൽ ശരി, നമുക്ക് സമയം നോക്കി ചെയ്യുന്നു കേട്ടോ. 5 മിനിറ്റ് ഇങ്ങനെ ചെയ്യണം ഏത് കാര്യവും കേട്ടോ. ക്ലെൻസിങ് ആണേലും എന്നാണേലും 5 മിനിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ പണികളൊന്നും തീരാതെ നമ്മൾ ഒരു കാര്യത്തിനും പോകാൻ പറ്റത്തില്ല. പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരം അറിയും. ചിലപ്പോൾ യൂട്യൂബൊക്കെ എടുത്ത് മടക്കി വെച്ചേക്കാൻ പറയും. ഇന്നലെ രാത്രിയിലെ ഞാനെന്നും വീഡിയോ കാണുന്നത് 7:30 തൊട്ടാണ്. 7:30 തൊട്ട് എല്ലാവരും വീഡിയോ കാണും. എൻ്റെ വീഡിയോ ഫസ്റ്റ് ഞാൻ കയ്യേഴും ഇട്ടേക്കാനല്ലേ. എൻ്റെ വീഡിയോ ഫസ്റ്റ് ഞാൻ കാണും കേട്ടോ. ഫസ്റ്റ് കണ്ട് നമുക്ക് അതിനൊരു വ്യൂസ് കിട്ടണമല്ലോ. അത് കണ്ടിട്ട് ഉള്ള കാര്യം പറയാം. എൻ്റെ മൂത്ത ചേച്ചിയുടെ വീഡിയോ കാണും. ആ വീഡിയോയും കണ്ടിട്ട് ഓരോരുത്തരുടെ സബ്സ്ക്രിപ്ഷൻ നിരന്ന് കിടക്കുക. സുപ്രിയ വ്ലോഗ്സ്, ജീന വെറൈറ്റി, പിന്നെ നൂര, ഇപ്പം എനിക്ക് കാണാപ്പാടാ, അതു ആൻഡ് അബി, നന്ദിനി ടീച്ചർ, അത് പിന്നെ ആരാ, സുകുടുംബം, പിന്നെ അഷ്ടാദ്, പിന്നെ മ്യൂസിക്, അതിൻ്റെ എനിക്കിപ്പോൾ അത് കവിതാ മ്യൂസിക് അങ്ങനെ അത്, പിന്നെ ബിജീസ് കിച്ചൺ, കുട്ടനാടൻ ബ്ലോഗ്, ജോമാസ് വേൾഡ്, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം തീർന്നിട്ടില്ല, ഇനി നിരന്നുണ്ട്, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ അവരുടെ എല്ലാം ഓരോരുത്തർക്കും പോയി കാണും.
പിന്നെ ഇത് ആമീസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആമീസ് അടുക്കള. എന്ത് രസമല്ലേ, എന്ത് രസമാണ് ചേച്ചിയുടെ കാര്യം, വർത്താനവും നല്ല നല്ല പോയിന്റ്സ് ഒക്കെ പറയുന്ന കറക്റ്റാ. അതുമല്ല ഇരുന്ന് കാണും, എല്ലാം കണ്ട് 10:30 തീർന്നു കഴിഞ്ഞിട്ടാണ് കിടക്കുവോളെ. 10:45 ഇപ്പൊ 10:30 കഴിഞ്ഞ് 10:10 കിടക്കുന്നേ. അന്നേരം ചേട്ടന് 10 മണിക്ക് കറക്റ്റ് കിടക്കണം എന്ന് പറയുമായിരുന്നു. ഇത് നമുക്ക് കഴുകിയിട്ട് വരാവേ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ക്ലെൻസിങ്. ഇനി അടുത്തത് കാണിച്ചുകൊണ്ട് നമുക്ക് വർത്താനം പറയാം കേട്ടോ. അതെ, ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത് കേട്ടോ. ഇങ്ങനാണെങ്കിൽ ഈ ജിമിക്കിയുടെ കല്ലേല് ഉടക്കും, അപ്പം പറിച്ച് മാറ്റി വെക്കാത്ത വെക്കും. മിക്കവാറും ഞാൻ ഉടനെ തന്നെ പറിച്ചു വെക്കും. ആ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളിവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ പാലും കാപ്പിപ്പൊടിയും പഞ്ചസാരയും. പാല് നമുക്ക് ഈ ബൗളിനകത്തോട്ട് ഒഴിക്കാം, ബൗളിനകത്തോട്ട്. ചുമ്മാ അതാണ് ഈച്ച വരുന്നത്. ഇപ്പൊ ഈച്ചയൊക്കെ ഞാൻ ഓടിച്ചൊരു വിധത്തിലാക്കി വെച്ചേക്കുക. മങ്ങലുണ്ടോ? ഇച്ചിരി മങ്ങലുണ്ട്, ശരിയാക്കട്ടെ. ഇപ്പൊ ശരിയാ അല്ലേ? അപ്പൊ നമ്മൾ പാലെടുത്തു. ഇനി നമ്മുടെ പഞ്ചസാര ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചേക്കോ കേട്ടോ. ഈച്ച വരുന്ന വെറുതെ ആണോ എന്ന് ഞാൻ ചോദിച്ചെന്നറിയാവോ? നമുക്ക് ഇവിടെ മുഴുവൻ ഈ പാല് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് നമ്മൾ മേശപ്പുറത്ത് വെക്കുന്നില്ലേ, അതാണ് സംഭവം. എല്ലാവർക്കും മനസ്സിലായോ? പാലും കാപ്പിപ്പൊടി പഞ്ചസാര, അല്ല സോറി, കാപ്പിപ്പൊടി ഇട്ടില്ലല്ലേ, കാപ്പിപ്പൊടി. ഇൻസ്റ്റന്റ് നമുക്ക് വേണ്ട, ഇൻസ്റ്റന്റ് ഞാൻ മാറ്റി വെച്ചേക്കണേ. സാധാ കാപ്പിപ്പൊടി മതി കേട്ടോ. കാപ്പിപ്പൊടി അത്ര മതി, ഒത്തിരി ഒന്നും വേണ്ട. ഒത്തിരി തെച്ച പിന്നെ ഒത്തിരി സൗന്ദര്യം മങ്ങിയില്ലല്ലേ. പറയല്ലേ നിങ്ങൾ എന്നെ ഒന്നും പറയല്ലേ. ഇത് നന്നായിട്ടൊരു മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത വീഡിയോ നീണ്ടു പോവോ? ഇല്ലല്ലേ. ഇതൊക്കെ നീണ്ടുപോയാൽ നമുക്ക് മുഴുവൻ കാണിക്കാതിരിക്കാനും പറ്റത്തില്ല, അതാണ് പ്രശ്നം. ഇത് സ്ക്രബ് കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഈ ഷോൾ എനിക്ക് നനയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്തിട്ടു. സ്ക്രബ്. എന്നിട്ട് 10 മണി വരെയായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ കണ്ട്. കറക്റ്റ് 10 കിടക്കണമായിരുന്നു. അന്നൊക്കെ ചേട്ടൻ്റെ ദേഷ്യമായിരുന്നു 10 കിടക്കണം. ദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദേഷ്യം വരാതിരിക്കാൻ ഞാൻ നോക്കും. അതിന് മുമ്പ് കിടക്കും വീഡിയോ ഒക്കെ കണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വീഡിയോ ഇഷ്ടംമാതിരി കൂട്ടുകാരുമായി എനിക്കും കമന്റ് ഇഷ്ടംമാതിരി വരുന്നുണ്ട് ആൾക്കാരുടെ. അപ്പൊ അവർക്കൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് അവരൊന്ന് സമ്മതിക്കണ്ടേ, അവര് നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുന്നേ. അവരിരുന്ന് അവർക്കെന്ത് തൂക്കാണോ സത്യം പറഞ്ഞ, അവരോർക്കോ നിന്ന് നമ്മുടെ വീഡിയോയും കണ്ട് കമന്റ് ഇടാഞ്ഞിട്ട്. അപ്പൊ നമ്മളെക്കാൾ കൂടുതലും ഇത് കൊടുക്കേണ്ടത് ആർക്കാ? കാണുന്നവർക്ക്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഞാൻ പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ. എന്നാന്ന് പറഞ്ഞാൽ അവരെ വേണം നമ്മൾ കൂടുതൽ നമ്മുടെ ആയിട്ട് ചേർത്ത് നിർത്താൻ. കാരണം അവര് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ആൾക്കാരെ കിട്ടുന്ന, ലൈക്കും ഒക്കെ ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് എന്തുവേണ്ടി ഞാൻ അവർക്കാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതത്തിലല്ല, ബ്ലോഗിനകത്ത് കേട്ടോ, യൂട്യൂബിനകത്ത്. കാരണം അവരെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പം ചേട്ടനോട് ഞാൻ കാര്യം പറഞ്ഞു, ചേട്ടാ എൻ്റെ ചേട്ടാ 10 മണിയാകുമ്പോൾ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഉള്ള കാര്യം നമുക്ക് പറയാലോ. അപ്പൊ ചേച്ചി എന്നാ പറ്റി? ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം നോക്ക്. കമന്റ് നോക്കാറില്ല, ഒന്നുമില്ല ചേട്ടൻ. കമന്റ് ഒന്നും വായിക്കത്തില്ല കേട്ടോ. പിന്നെ ഞാനാണ് അങ്ങോട്ട് കാണിക്കുന്നത്. ചിരിക്കാനുള്ള കമന്റ് ഒക്കെ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് കാണിക്കും. ഇതുകൊണ്ടോ എനിക്ക് കമന്റ് വിട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോഴാണ് കമന്റ് നോക്കുന്നത്. അല്ലാതെ അങ്ങനെ കമന്റ് അല്ല വായിച്ചു നോട്ടോ, അങ്ങനെ ഒന്നുമില്ല. ഫുൾ സ്വാതന്ത്ര്യം സത്യം നമുക്ക് കേട്ടോ. പിള്ളേരും അതെ, അമ്മ എല്ലാവരും അതെ, നമുക്ക് സപ്പോർട്ടാണ്. അപ്പോൾ ലൈക്ക്, ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു വീഡിയോ കണ്ടോ, അതേതായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 4 ദിവസം മുമ്പിട്ടില്ലേ, അതിനെനിക്ക് 35K വന്നിട്ടുണ്ട് കേട്ടോ. അത് കയറി വരുന്നുണ്ട് ആ വീഡിയോ. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ഇത് കയറി വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടന് ലൈക്കാണ് കാണിച്ചത്. 1 lakhs അല്ല, ലാക്സും പോട്ടെ, 1K ലൈക്ക്, 10,000 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു. ഇതും 5 മിനിറ്റ് കേട്ടോ. ഇത് ഗുണം ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അതുകൂടെ പറയണ്ടേ, ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരുന്നാൽ മതി. കറുത്ത പാട്, ടാന്, എന്തും മുഖത്തെ വൃത്തികെട്ട പാടുകളെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഉള്ള സ്ക്രബായത് കേട്ടോ. ഞാൻ സമയം നോക്കിയാ ചെയ്യുന്നത്. ഇവിടെ ചെയ്യണേ, ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഹെഡ്സ് വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ മറ്റേ ഈ സാധനം വെച്ച് കുത്തിയെടുത്താലോ കൂടുതൽ പോകുന്നു കേട്ടോ. പിന്നെ നമ്മളതൊന്നും കുത്താനും പൊറുക്കാനും ഒന്നും പോകുന്നില്ല. നമ്മൾ കുത്താൻ പോയാൽ ചിലപ്പോൾ ഉള്ള കുഴിയെല്ലാം കൂടെ വന്ന് വീണ്ടും നമുക്ക് ഇതിനൊക്കെ പോകാൻ വേണ്ടി തോന്നും. നമ്മൾ പാർലറിൽ പോകത്തില്ലല്ലോ, അതുകൊണ്ട് പാർലറിൽ കഴിവതും പോകാതിരിക്കും ഏറ്റവും നല്ല കേട്ടോ. എന്നും പറഞ്ഞാൽ അവരുടെ ജോലിക്ക് മുടക്കം വരാനല്ല ഞാൻ പറഞ്ഞേ, വേറുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലും കെമിക്കലായ സാധനങ്ങളെ ഇടാതെ പാർലറിലൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ അവരൊക്കെ ചെയ്യുന്നു കേട്ടോ. അവരങ്ങനെ ഒത്തിരി ഇതൊന്നും നമുക്ക് ദോഷം വരുന്ന രീതിയിലൊന്നും അവർ ചെയ്യുന്നില്ലായിരിക്കും. ചെയ്തല്ലോ. അപ്പൊ ഇത് നമുക്ക് കഴുകിക്കളഞ്ഞിട്ട് കഥ പറയാം. അങ്ങനെ കഴുകി ഇവിടെ ആകുമ്പോൾ അടുക്കളയിലുണ്ടല്ലോ നിർത്തി, ഇവിടെ അങ്ങ് ഇരിക്കാലോ നിർത്തും. അവിടെ നിൽക്കുമ്പോഴത്തേക്കും അവിടെ നിന്നോണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇന്ന് ഇങ്ങോട്ട് ഇരുന്നേക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ തന്നെ നോക്കിക്ക, നല്ല വെട്ടയല്ലേ മൊത്തം. ഇനി നമ്മള് ഇവിടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഏതാണെന്നറിയാം, നമ്മുടെ തക്കാളിയെ നമുക്ക് ഒഴിച്ചുകൂടാൻ മേലാത്ത സാധനം കേട്ടോ. തക്കാളി ഇതൊരുമാതിരി ചീത്തയാകാറായ തക്കാളി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതിനു വേണ്ടി എടുത്തേക്കാം. ഒന്നും പറഞ്ഞ ചീത്തയൊന്നും ആരും എടുക്കല്ലോ കേട്ടോ. ഇതിനെ നമുക്ക് മുറിച്ചിട്ട് നമുക്ക് എന്നാ ചെയ്യണ്ടേ, ഇത് ഇച്ചിരി ഇത് കളഞ്ഞേക്കാവേ. ഇത് കളഞ്ഞിട്ട് വീണ്ടും പിന്നെ വേണമെങ്കിൽ എടുക്കാൻ. ഇതിനകത്ത് ഇത് തക്കാളിയുടെ ജ്യൂസ് എല്ലാം നമുക്ക് അങ്ങോട്ട് എടുക്കണം. കുറച്ച് വെച്ചേക്കാവേ, ഇനി ആവശ്യമുണ്ട്. എടുത്തിട്ട് വീണ്ടും എന്നാ നമുക്ക് വേണ്ടിയത്, പാല്. ഇത് നമ്മൾ മസാജ് കേട്ടോ. തക്കാളി നീര് പ്ലസ് പാലും മസാജ് ചെയ്യണം. നന്നായിട്ട് മസാജ് ചെയ്യാം. തക്കാളി മുറിച്ചിട്ട് തക്കാളിയുടെ അത് വെച്ചാണേലും മതിയായിരുന്നു കേട്ടോ. ഇത് എങ്ങനെ ചെയ്താൽ മതി, തക്കാളി നീര് ഇതിനകത്ത് മുക്കി, ഇതിനകത്തുണ്ടല്ലോ തക്കാളി. എന്തൊരു ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു. തണുപ്പൊക്കെ ചീത്ത കേട്ടോ സൈനസ് ഉള്ളവർക്ക്. തണുപ്പില്ലാതെ നേരത്തെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത തക്കാളിയൊക്കെ വെച്ചേക്കണം കേട്ടല്ലോ. നല്ല രീതിയിൽ മസാജ് ചെയ്യാം, കയ്യിലൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് മടിയാണ്, വേറെ ഒന്നുമല്ല. നിങ്ങളെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എനിക്ക് പാടാം, അതുകൊണ്ടാണ് കേട്ടോ. കൂടുതൽ മടിയുണ്ടേ. ഇത് ഒരു നല്ല 10 മിനിറ്റ് ചെയ്ത് അത്രയും നല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ കഥ. അപ്പം ചേട്ടനോട് കാര്യം വന്ന് ചേട്ടൻ ശരി വീഡിയോ തീരുന്നില്ല കണ്ടോളാൻ പറഞ്ഞു. അപ്പൊ ഇന്നലെ കുറെ ദിവസമായിട്ട് അങ്ങനെ 10:30 10:45 കിടക്കുമ്പോൾ എല്ലാം കണ്ട് എനിക്ക് അതിനൊരു ടൈം ടേബിൾ. എനിക്ക് എല്ലാവരെയും കാണണം, എന്നും കാണുന്നവരുടെ, എന്നിട്ട് കമന്റ് ഇടണം. അപ്പൊ നോക്കിയപ്പോ നമ്മുടെ നീനാസറേറ്റി ബോസിന്റെ ഇടാൻ നോക്കി, കണ്ടിട്ട് കമന്റ് നോക്കിയപ്പോ കമന്റ് ഓഫാ. പുള്ളിക്കാരി അറിഞ്ഞാവോ എന്താണേലും കമന്റ് ഓഫായിട്ട് കിടക്കുക. ബാക്കി എല്ലാവരും കമന്റ് ഇട്ടു. ചില സമയം എനിക്ക് സമയം കിട്ടാനിട്ടാ കൂടുതൽ വിവരിച്ച് കമന്റ് ഇടാത്ത കേട്ടോ. ചിലപ്പോ എന്നെ ചീത്ത പറയും. 10:45 കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും ഉറപ്പാ. അപ്പൊ ഇന്നലെ 10:45 ഞാൻ കിടന്നിട്ടില്ല. ന്യൂരാളോസും കൂടെ കാണാൻ കിടക്കുക. അപ്പൊ ഞാൻ കണ്ടു കഴിഞ്ഞ് കിടക്കാനുള്ള തയ്യാറെടുപ്പം. എന്നോട് എന്നാ തീർന്നില്ലേ ചേട്ടനപ്പ ഉറങ്ങാൻ കിടക്കും, തീർന്നില്ലേ? ഞാൻ പറഞ്ഞു ഇപ്പൊ തീരുമെന്ന്, കിടക്കാൻ പോവാന്ന് പറഞ്ഞു. പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു കിടക്കാൻ പോവാ ചേട്ടാ, തീർന്നു ഞാൻ കിടക്കാൻ പോവാ. വഴക്കിട്ട് കഴിഞ്ഞാൽ ഈ വിഷമാണ്. എന്നാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് കാണാനോ എടുക്കാനോ ഉള്ള ഒരു സുഖമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി. ചേട്ടന്റെ കണ്ണ് ചൊറിച്ചിലുണ്ടായിരുന്നേ, ഈ എന്താ പൊടിയുടെ. അപ്പൊ ആ പൊടി അടിച്ച് ചൊറിച്ചിലിന് 2 ടൈപ്പ് മരുന്ന് ഡോക്ടറെ അടുത്ത് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം എന്നോട് പറഞ്ഞു ഒരു മരുന്ന് ഒഴിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മരുന്ന് ഒഴിക്കണ്ടേ. അപ്പം ഞാൻ ഒരു മരുന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ടേ മറന്നുപോയി മറ്റേ മരുന്ന്. അപ്പം എടേ അടുത്ത മരുന്ന് ഒഴിക്കണ്ടേ, അടുത്ത മരുന്ന് ഒഴിക്കണ്ടേ ഞാൻ ചോദ്യം. അപ്പം എനിക്ക് തോന്നി ഞാനിത് വെച്ചോണ്ടിരുന്നിട്ടായിരിക്കും അത് മറന്നും കൂടെ പോയി. അപ്പൊ എന്നിൽ ശ്രദ്ധിക്കാതെ ഭാര്യ ഇതിലോട്ട് ശ്രദ്ധിക്കുന്നു. അതാണ് അവിടുത്തെ പോയിന്റ് ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ തീർന്നു, ഞാൻ ഇപ്പൊ ഒഴിക്കാന്ന് പറഞ്ഞു വേഗം നടച്ചു കൂട്ടി എല്ലാം വെച്ച് ന്യൂരാ ബ്ലൗസ് മൊത്തം അപ്പൊ കണ്ടു കഴിഞ്ഞായിരുന്നു. 1000 കമന്റ് ഇട്ടോ എല്ലാം ഇട്ടിട്ട് എൻ്റെ ജീവനും കൊണ്ട് ഞാൻ പോയി കിടന്നു. അതായിരുന്നു ഇന്നലത്തെ പണി. അപ്പം ഇതും 5-10 മിനിറ്റോളം നമ്മളിങ്ങനെ കാണിക്കുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യുന്ന ഒരു ടിപ്സായത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഒന്നുകൂടെ കാണിച്ചിട്ട് കഴിക്കളയാം. ഉടനടി പരിഹാരം. ഒരു 2 ദിവസം ഇതൊക്കെ ഡെയിലി ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ ഒന്നൊന്നുമല്ല. നമ്മുടെ പാലൻ നമുക്ക് മോശമാണോ? പഞ്ചസാരക്കൊണ്ടോ നമുക്ക് കുഴപ്പമുണ്ടോ? പഞ്ചസാര ചെറിയ തരിയായിരിക്കണേ. കാപ്പിപ്പൊടിക്കണ്ടോ മോശമുണ്ടോ? തക്കാളിക്കണ്ടോ മോശമുണ്ടോ? സുഖമായിട്ട് നിങ്ങൾ ധൈര്യപൂർവ്വം ഇത് ചെയ്തു. ഇത് കഴുകട്ടെ. കഴുകുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത്ര സമയങ്ങളുണ്ടല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ഉള്ളു കേട്ടോ. ചേട്ടൻ വന്നോ? ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളു. എന്ത് ചേട്ടക്കൂടെ ചേട്ടാ സാധനം മേടിക്കാൻ പോയതായിരുന്നേ. അപ്പൊ എന്നെ വിളിച്ചത് കൊടയും ഒരു കൊട മേടിച്ചു. ഇത് എന്നെ വിളിച്ച് കാണിച്ചു. ഞാൻ വീഡിയോ കോൾ ചെയ്തു. ഗൾഫിലൊക്കെ വെച്ച് ഇങ്ങനെയായിരുന്നു ഓരോ കാര്യം മേടിക്കുമ്പോ വീഡിയോ കോൾ ചെയ്യും. എങ്ങനെയുണ്ട് കൊട? സൂപ്പറാണോ നിന്ന് പറയണേ. അടിപൊളി അടിപൊളിയാണോന്ന് പറയണേ. കൊട. അപ്പൊ നമ്മൾ അടുത്ത ഇതിലോട്ട് പോകാം. അപ്പൊ നമ്മൾ കൊടയെല്ലാം എടുത്തു വെച്ചു. അപ്പൊ ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തില്ല കേട്ടോ. അതാണ് ഇനി അടുത്തത്. ഇനി നമുക്ക് ലാസ്റ്റ് തക്കാളി വെച്ച ഒരു മസാജ് മാത്രം. അതായത് അതിന്റെ പഴുപ്പ് ഇതാ ഇങ്ങനെ ഞെക്കി 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 ഇതാ മൊത്തം അതിനകത്തൊന്ന് എടുക്കണേ. അത് വെച്ച് ഒരു 20 മിനിറ്റ് മസാജ് ചെയ്യുക. ലാസ്റ്റത്തെ സ്റ്റെപ്പ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പാലിന് പകരം ഞാൻ പാല് വെച്ചാ ചെയ്തേക്കുന്നത്. തൈര് വെച്ചാണെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. പാലിന്റെ സ്ഥാനത്ത് മുഴുവൻ തൈര് വെച്ചും ചെയ്യാം. ഇതുകൂടെ ചെയ്ത നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞ് 20 മിനിറ്റ് വരെ ഞാൻ ചെയ്തിട്ട് നമുക്ക് 20 മിനിറ്റ് ആകുമ്പോൾ മുഖം കഴുകുക. 20 മിനിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ വെച്ചിട്ട് 20 മിനിറ്റായി. ഇനി നമുക്ക് കഴുകിയിട്ട് വരാം. അപ്പം നമ്മള് കഴുകി മുഖമൊക്കെ എന്തായാലും മാറ്റം ഉണ്ടോ നോക്കിക്ക്. നല്ല മാറ്റം ഉണ്ടല്ലേ? കണ്ട, ഇതാ ഞാൻ പറയുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് മാറ്റം ഞാൻ പറഞ്ഞില്ലേ, കാണിച്ച് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളോട് ചോദിക്കുവാണ്, നോക്കിയ നല്ല മാറ്റമില്ലേ? ഉണ്ടെന്ന് പറ. ഉണ്ട്, ഇല്ലാത്ത കാര്യം ഞാൻ കാണിക്കത്തില്ല. മാറ്റം ഉണ്ട്. ശരിയല്ലേ പറഞ്ഞേ? അപ്പൊ എല്ലാവരും ഈ ടിപ്സ് ശരിക്കും പറഞ്ഞാൽ ചെയ്ത് നോക്കണം. ഞാൻ ഇനി പോയി കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കറുത്തവരെന്ന് പറയുന്നവർ ഇനി കറുത്തവരെന്ന് പറയില്ല. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ടിപ്സ് വെച്ച് നമുക്ക് ചെയ്യാം. നോക്കിക്കേ, എൻ്റെ ടിപ്സ് ചെയ്താണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കറുപ്പായിരുന്നു. നല്ല കറുപ്പെന്ന് തന്നെ പറയായിരുന്നു. കൈക്കൊന്നും അത്രയും കളർ ഇപ്പം വെച്ചിട്ടില്ലല്ലോ. ഇപ്പം നല്ല വെച്ചിട്ടില്ല.
മുഖം മാത്രമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു ചേച്ചി കൈയും കൂടെ ഒക്കെ ശരിയാക്കാൻ, സത്യമാ പറയുന്നതൊക്കെ. പക്ഷെ നമ്മൾ ഈ കാണിക്കുമ്പോൾ ഉള്ള ടിപ്സ് ചെയ്തോളൂ, ഇടയ്ക്കൊക്കെ ഉള്ളൂ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിലല്ലേ നമ്മളിത് കാണിക്കുന്നത്. ആ സമയം ചെയ്യുന്ന ടിപ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇനിയൊക്കെ ചെയ്ത് നോക്കാം നമുക്കല്ലേ. അപ്പം നോക്കിക്കോ, എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു നോക്കണ്ട. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ആരും ഇതൊന്നും ചെയ്യാതിരിക്കരുത്, ആരെയും പഠിക്കണ്ട. എല്ലാവരും നല്ല സുന്ദരികളായിട്ട് നടക്കുക, മുഖത്തൊന്നും പാടില്ലാതെ ഉള്ള സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പാടുകളൊക്കെ മാറ്റി നല്ല മിടുക്കികളും മിടുക്കന്മാരുമായിട്ട്, ഇതെല്ലാം ആണുങ്ങൾക്കും ചെയ്യാവുന്ന ടിപ്സുകളാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ എല്ലാവരും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.